നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു കൂട്ടം ആൾക്കാര് ആ നാളിൽ പിടിപെട്ടു പോകുമ്പോ നാളിനെ കുറിച്ച് മനസ്സിലാക്കി സമയത്തെക്കുറിച്ച് ബോധ്യമുള്ളവര് അതിനകത്ത് പെട്ടുപോകത്തില്ല. They will escape. അവർ രക്ഷപ്പെടും. പക്ഷേ എനിക്ക് ആ ദിവസങ്ങൾ, എനിക്ക് ആ സമയം മനസ്സിലാക്കി എന്നുള്ളത് ഹൗ ഐ നോ. 3 കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സമയത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നുവെന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നാമത്തത്, രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തില് അവർ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ഇരുട്ടിന്റെ പ്രവൃത്തികളെ അവർ വിട്ടൊഴിയും. വെളിച്ചത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ, വെളിച്ചമാണ് അവരുടെ എക്സ്പെക്ടേഷൻ എങ്കിൽ, സമയത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയെങ്കിൽ, പ്രഭാതം അടുക്കാറായി എന്നുള്ള ബോധ്യം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ, അവർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ടുകളയുന്നു. ഇരുട്ടിന്റെ പ്രവൃത്തികളെ നിങ്ങൾ നോക്കിയോ? 9-10 വാക്യത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇരുട്ടിന്റെ പ്രവൃത്തികൾ? ഇന്നും ഞാൻ നിങ്ങൾ നടക്കുന്നത് ഈ ലോകത്തെ കണ്ടുകൊണ്ടാകുന്നുവെങ്കിൽ, ലോകത്തിന് മോഹങ്ങളിൽ ആശ്രയിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നതെങ്കിൽ, ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ലോത്തിന്റെ ഭാര്യയെ ഓർത്തോളണം. സോദോമിൽ നിന്ന് അവളെ രക്ഷപ്പെടുവാൻ ഇടയായിത്തീർന്നെങ്കിലും സോദോമിന്റെ ചിന്ത അവളുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ദൈവം അവൾക്ക് വെടിച്ചിരിക്കുന്ന രക്ഷ അവൾക്ക് പ്രാപിക്കുവാൻ സാധ്യമായില്ല.